നിമിഷം വരെയും അങ്ങനെ നിന്ന് കേട്ട വചനം അത് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ അത്ഭുതകരമായതിന്റെ മഹത്വം വെളിപ്പെടുവാൻ ഇടയാക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നടത്തിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ മാനവും മഹത്വവും കർത്താവ് എടുക്കണം യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, പ്രകൃതിക്ഷോഭം ഒന്നും കടന്നു വരാത്തവല്ല എന്റെ കർത്താവേ, നീ അവിടുന്ന് നിന്റെ കരം വെച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ പരിപാലിക്കുന്നവന്റെ കര ഇതിന്റെ അകത്ത് നീ അവിടുന്ന് അയച്ചതിനായി പ്രാർത്ഥിക്കുന്നു. ജീവിക്കുന്നവന്റെ അത്ഭുത പ്രവൃത്തി ഞങ്ങളുടെ കൂട്ടായ്മയുടെ നടുവിലേക്ക് നീ പകർന്നല്ലോ കർത്താവേ. ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒന്നിച്ച് ആരാധിക്കുവാൻ എല്ലാ സമയവും സാഹചര്യങ്ങളും വിട്ട് എന്റെ കർത്താവിന്റെ കൂടത്തിലായിരിക്കാനായി നീ ഞങ്ങളെ ഒരുക്കി നിർത്തിയെങ്കിൽ അതിനേക്കാൾ വലിയ ഭാഗ്യമില്ല കർത്താവേ. വചനത്തിലൂടെ നിന്റെ സ്വരം കേൾക്കുവാൻ, ആത്മാവിലൂടെ നിന്റെ വെളിപ്പാടുകൾ പ്രാപിക്കുവാൻ നീ ഞങ്ങളെ ഒരുക്കിയെങ്കിൽ അതിനെയോർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളെ നീ കൂടുതൽ ബലപ്പെടുത്തണമേ. പ്രാർത്ഥിക്കുന്ന ദൈവമകനായി മകളായി നീ ഞങ്ങളെ നയിക്കണമേ. നിന്റെ ആലോചന കേട്ട് കടന്നു പോകാൻ തക്കവണ്ണം നീ ഞങ്ങളെ ഒരുക്കി കൊണ്ടുപോകുന്നതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഒരിക്കലും നിന്റെ കൃപ വിട്ടു പോകാത്തവണ്ണം നിന്റെ കാവൽ സംരക്ഷണം ഞങ്ങൾക്ക് ചുറ്റുമുണ്ടാകട്ടെ എന്റെ കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോബിന് ചുറ്റും വലിയ തീമതിലായതുപോലെ അവിടുന്ന് കർത്താവ് ഞങ്ങൾക്ക് ചുറ്റും അവിടുന്ന് വലിയ സംരക്ഷണം വലിയ ചെയ്യണമേ. അനുഗ്രഹിക്കുന്ന കരം വയ്ക്കണമേ. അത്ഭുതത്തിന്റെ കരം വയ്ക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഇന്നിവിടെ നടത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹൃദയം തുറന്ന് നിലവിളിക്കുന്ന കരയുന്ന ഈ പ്രാർത്ഥിക്കുന്ന ആവശ്യത്തിന്റെ നടുവിൽ എന്റെ കർത്താവിന്റെ കരം വയ്ക്കണമേ. ഇന്നിപ്പോൾ തന്നെ അത്ഭുതം ചെയ്യണമേ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിലവിളിക്കുന്ന പ്രാർത്ഥിക്കുന്ന എന്റെ കർത്താവേ, ഹല്ലേലൂയ. ആ ആവശ്യങ്ങൾക്ക് മധ്യേ നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ അറിഞ്ഞിട്ട് സ്നേഹത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയവർ എന്റെ കർത്താവിന്റെ കൃപയിലേക്ക് തിരിച്ചു വരാൻ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടുന്ന കർത്താവേ. ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന കർത്താവേ. ഞങ്ങളുടെ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടുന്ന കർത്താവേ. ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവർ അനുഗ്രഹിക്കപ്പെടുന്ന കർത്താവേ. ഞങ്ങളുമായിട്ട് സംസാരിക്കുന്നവർ, ഞങ്ങളുടെ ഭവനത്തിൽ വരുന്നവർ, ഞങ്ങളുമായി ഇടപെടുന്നവർ അവരെല്ലാം അനുഗ്രഹിക്കപ്പെടുന്ന കർത്താവേ. നിന്റെ കരം വയ്ക്കണമേ. ഇന്ന് ഇപ്പോൾ തന്നെ കരം വയ്ക്കണമേ. അത്ഭുതം ചെയ്യാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ. നിന്റെ ശക്തി ഇറങ്ങട്ടെ. നിന്റെ അത്ഭുത ശക്തി ഇറങ്ങട്ടെ. ദുഷ്ടക്കോട്ടകൾ തകർക്കട്ടെ. വെത്തലക്കെട്ടുകൾ അടിക്കണമേ. അന്ധകാര മണ്ഡലങ്ങളെ വിടുവിക്കണമേ. യേശുവിന്റെ ശക്തി കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തുന്ന കരം വയ്ക്കണമേ കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. അത് നീ തുറന്നു തരണമേ. കുഞ്ഞുങ്ങളുടെ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് നീ തുറന്നു തരണമേ. കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു തുറന്നു തരണമേ. ഞങ്ങളുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ, ഞങ്ങളുടെ കുടുംബത്തിന്റെ സാഹചര്യങ്ങൾ യേശു തുറന്നു തരണമേ. യേശു തുറന്നു തരണമേ. ആ കരങ്ങൾ ഉയർത്തിയെന്ന് പ്രാർത്ഥിച്ചേ. തുറന്നു തരണമേ, തുറന്നു തരണമേ, തുറന്നു തരണമേ. ഒരു തടസ്സമില്ലാതെ കുഞ്ഞുങ്ങൾക്ക് ജോലി കൊടുക്കുന്നവൻ കൂടെയുള്ള ദൈവമാണ്. അത്ഭുതം ചെയ്യുന്നവൻ കൂടെയുണ്ട്. അറിയാതെ പ്രവർത്തിക്കുന്നവൻ കൂടെയുണ്ട്. വീരപ്രവൃത്തി ചെയ്യുന്നവൻ കൂടെയുണ്ട്. ഞങ്ങൾക്ക് അനുമതിയപ്പാ, ഞങ്ങൾക്ക് അനുമതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുവിധം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുവിധം പോൽ. സകലകളോ അസ്തമിച്ചു പോയിടുമോ. സോദരങ്ങളോ മകനു മാറിയപ്പോ. സകലകളോ അസ്തമിച്ചു പോയിടുമോ. സോദരങ്ങളോ മകനു മാറിയപ്പോ. സ്നേഹത്താൽ
കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് കടന്നു വന്നിട്ട് നേരത്തെ കടന്നുപോയവരെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു വരാൻ കഴിയാതെ കർത്താവേ വീട്ടിലായിരിക്കുന്നവരെ നിന്റെ കരമേൽക്കണമേ. കർത്താവേ ഹല്ലേലൂയ. ഈ പ്രസംഗവും കൂട്ടായ്മയും ഓൺലൈനിൽ കാണുന്നവര് കേൾക്കുന്നവരെല്ലാം ദൈവകൃപയാൽ ശുദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കടന്നു വന്നവരെല്ലാം നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധാത്മാവ് ശുദ്ധമായി ഇന്നിടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നിന്ന് എന്ത് ആഗ്രഹത്തോടെയാണോ പ്രാർത്ഥനയോടെയാണോ കടന്നു വന്നത് അതിന്റെ ഇരട്ടി അഭിഷേകത്തോടുകൂടെ ഇവിടെ നിന്ന് മടങ്ങി സ്വഭവനത്തിലേക്ക് കടന്നു പോകത്തക്ക വിധം കർത്താവ് ഒരുക്കണമേ. ഒന്നിനും ഒരു കുറവ് വരുത്തരുതേ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിന്റെ സംരക്ഷണം ചുറ്റും എന്റെ കർത്താവെ കൂട്ടായ്മയ്ക്ക് ചുറ്റും അയക്കണമേ. കർത്താവെ ഞങ്ങളുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ പാസ്റ്റർമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു വരാൻ കഴിയാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണം. ഇത്രത്തോളം കർത്താവ് നടത്തി ഇന്നിവിടെ ശുശ്രൂഷ ചെയ്ത ഓരോ ദൈവദാസന്മാരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പാട്ടുപാടി ആരാധിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് അടുക്കളയിൽ ഭക്ഷണങ്ങൾ കൃത്യതയോയി ഒരുക്കി തന്ന് ഞങ്ങൾക്ക് നല്ല ഭക്ഷണം തന്ന് അതിനൊരുക്കിയവരെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒന്നിനും ഒരു കുറവ് വരുത്തിയില്ല എന്ന് അങ്ങ് പറഞ്ഞെങ്കിൽ ഒന്നും കുറവ് വരുത്താതെ നോക്കി കർത്താവെ എന്റെ കർത്താവിന് പുറകിൽ അധ്വാനിച്ച കരങ്ങളെ എന്റെ കർത്താവ് അനുഗ്രഹിക്കണമേ. അവരുടെ മേലേക്ക് നിന്റെ ശക്തി പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവർ നിന്റെ വലിയ ഉപകരണങ്ങളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിന്റെ കരം വെച്ച് അങ്ങ് പരിപാലിക്കണം. കർത്താവ് മഹത്വമെടുക്കണം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുവിന്റെ കൂട്ടായ്മയും പരിശുദ്ധാത്മാവിന്റെ സഹവാസം എപ്പോഴും നമ്മുടെ എല്ലാവരുടെയും കൂടെ ഉണ്ടാകുമാറാകട്ടെ. നമുക്ക് ചെയ്യുന്ന കർത്താവിന്, നമ്മളെ അനുഗ്രഹിക്കുന്ന കർത്താവിന്, എപ്പോഴും വഴി നടത്തുന്ന യേശു കർത്താവിന് ഹല്ലേലൂയ. സമാധാനത്തിൽ പോകുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. യേശുവേ.